ഹായ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് ഞാൻ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങളോട് പറയാൻ വന്നത്, കുക്കിങ്ങുമല്ല. നമ്മുടെ യൂട്യൂബിൽ തരംഗമായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വന്നത്. അർജുയെ അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. യൂട്യൂബ് ചാനലിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന അർജുയ് എന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചായിരിക്കും. ദിവസങ്ങൾ കൊണ്ട് 1 മില്യൺ എന്ന നിലയിലെത്തിയ ഒരു യൂട്യൂബ് ചാനലാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും എത്ര കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ ഇട്ടാൽ പോലും തന്നെ നമുക്ക് അർജുയെ പോലെ ഒരു വിജയം കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇതേപോലുള്ള വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും 1 മില്യൺ എന്ന നിലയിൽ ഒരു 14 ദിവസം കൊണ്ട് എത്താനായിട്ട് അർജുയ്ക്ക് കഴിഞ്ഞത്. പിന്നെ ലക്കാണ്, അതും കൂടെ നമുക്ക് പറയാം. യൂട്യൂബ് ഉള്ളവർക്ക് എല്ലാവർക്കും അസൂയ നോക്കുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും അർജുയുടെ യൂട്യൂബ് ചാനലും അർജുയും. ഈ അർജുയ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യം നിങ്ങൾ ഇട്ട വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അർജുയെ അത്രമാത്രം ഇഷ്ടപ്പെടാനൊക്കെ ഉള്ള വളരെ കുറവായിരിക്കും. അർജുയുടെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പിൽ വീഡിയോയുടെ ലിങ്ക് കിട്ടുകയും ആ വഴി ഞാൻ കാണാനിടയാവുകയും ചെയ്തു. ആ കാണാനിടയായ സമയത്ത് അതിനകത്ത് ഗെയിമിന്റെ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏപ്രിൽ മാസത്തിലാണ്, ആ ഒരു ഏപ്രിൽ 14-15 ആയപ്പോഴാണ് ആ ഒരു വീഡിയോ, അതിന്റെ ലിങ്ക് ഞങ്ങൾക്ക് കിട്ടുകയും ഞാൻ കണ്ടത്. പക്ഷെ ആ സമയത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് 3 മിനിറ്റ് വാച്ച് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ മൊത്തമായിട്ട് ഞാൻ കാണാനിരുന്നില്ല. അത് ആ ഒരു വീഡിയോയുടെ നമ്മൾ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. പിന്നെ ഓരോ വീഡിയോയുടെ ലിങ്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ കാണാനായി. കാരണം ആ ഒരു കല്യാണത്തിന്റെ വീഡിയോ നമുക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. ആ ടിക്ടോക്കിലൊക്കെ കണ്ടിരുന്ന ഓരോ വിവാഹത്തെ കുറിച്ചും അർജുയ് ആ ഒരു ചാനലിൽ എങ്ങനെയാണോ പറഞ്ഞത്, അത്രയ്ക്ക് നമ്മൾ ഓരോ അമ്മമാരായാലും നമ്മുടെ സമൂഹം എങ്ങനെയാണോ അത് പറയേണ്ടത് അത് അർജുയ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത്. അർജുയുടെ അതോടുകൂടി അവിടുന്ന് അങ്ങ് കയറ്റമായിരുന്നു. അത് കണ്ണു തുറന്ന ഇടയ്ക്കാണ് ഞാൻ കാണുന്നത് 1 മില്യൺ എന്ന നിലയിലെത്തിയത്. ആ ഒരു ചാനൽ നമ്മൾ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് അർജുയ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഒരു സമൂഹത്തിൽ ഒരാളെന്ന നിലയിൽ രീതിയിലാണ് അർജുയ് ഓരോരുത്തരുടെ മുന്നിലേക്കും അത് എത്തിച്ചത്. അത് യുവ തലമുറകൾക്കും ഒരാക്കുന്ന രീതിയിലാണ് അർജുയ് ആ ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഉള്ളവർക്കും ഒരു മെസ്സേജ് എന്ന നിലയിലായിരിക്കും ഞാൻ കാണുന്നത്. എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന പല യൂട്യൂബേഴ്സിനെ നമുക്കറിയായിരിക്കും. റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് നമ്മുടെ മച്ചാൻ വ്ളോഗ്സ് ആവട്ടെ, കാർത്തിക് സൂര്യ ആവട്ടെ, ഇപ്പോൾ നമ്മുടെ 1 മില്യൺ എത്തിച്ചിരിക്കുന്ന നമ്മുടെ ട്രെക്ക് ട്രാവൽ ആവട്ടെ, അവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും നമ്മളിലേക്ക് അവർ എടുത്തിരിക്കുന്നത്. കാരണം എത്രയോ പൈസ മുടക്കി പല യാത്രകൾ ചെയ്തിട്ടായിരിക്കും ട്രാവൽ വ്ളോഗേഴ്സ് ആയിട്ടുള്ളവര് നമ്മളിലേക്ക് ഓരോ വീഡിയോ എത്തിച്ചിട്ട് അത് അവര് വിജയിപ്പിക്കാൻ നോക്കുന്നത്. വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം കണ്ടത്. അതിന്റെ 14 ദിവസം ഒരു മുറിക്കാതിരുന്നു കൊണ്ട് എഡിറ്റ് ചെയ്ത വീഡിയോസിനാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത്രമാത്രം റിസ്ക് എടുത്ത് സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങിച്ചെന്നിട്ട് പോലും ആൾക്കാർക്ക് സ്വീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള കഴിവ് ഉണ്ടായിട്ടായിരിക്കും ജനങ്ങൾ ഏറ്റെടുത്തേക്കുന്നത് എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം സമൂഹം പറയേണ്ട ഓരോ വാക്കുകളുമായിരിക്കും അർജുയ് ജനങ്ങളിലേക്ക് എത്തിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പല യൂട്യൂബ് ചാനലിലും പലരും പല നല്ല രീതിയിലുള്ള കണ്ടന്റ് ഇട്ടിട്ട് പോലും വിജയം കൈവരിക്കാനായിട്ട് പറ്റുന്നില്ല. ചിലപ്പോൾ അതിനകത്ത് വ്യൂവേഴ്സ് വളരെയധികം കുറവായിരിക്കും, സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും. അവർ ഓരോ വീഡിയോസും നല്ല രീതിയിൽ പഠിച്ച് റിസ്ക് എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന്. പക്ഷെ അതുപോലും സ്വീകരിക്കാനായിട്ട് ജനങ്ങൾക്കാവുന്നില്ല. നമുക്കിന്റെ വീഡിയോസ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ ജനങ്ങൾ അത് നല്ല രീതിയിൽ സ്വീകരിക്കും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്, നമ്മുടെ വന്നിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് ആദ്യമായിട്ട് വന്ന കുറച്ച് കൊറോണയുടെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്ന ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ആ ഒരു വീഡിയോയ്ക്കകത്ത് ലാൻഡ് ചെയ്യുന്നത് വളരെയധികം നമ്മളെന്തോ വലിയ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് പറഞ്ഞാണ് ആ ഒരു വീഡിയോ കാണിക്കുന്നത്, ആ ഒരു ന്യൂസിന്റെ റിപ്പോർട്ട് കാണിക്കുന്നത്. അത് അർജുയ് പറഞ്ഞ ഒരു ക്ലിപ്പുണ്ട് ലാസ്റ്റ്, ഇന്ന് വല്ല ബോംബിട്ട അതുപോലെ ആണോ എന്നാ പറയുന്നത്. കാരണം അത്രമാത്രം ജനങ്ങളിലെ വീട്ടിലിരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് പറയേണ്ട കാര്യങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ക്യാമറയുടെ മുന്നിലൂടെ നിങ്ങളിലേക്കും അർജുയ് എത്തിച്ചത്. അതൊക്കെ നമുക്ക് പറയേണ്ട കാര്യങ്ങളാണ്. ഇതുകൊണ്ടായിരിക്കും അർജുയെ ജനങ്ങൾ സ്വീകരിച്ചത്. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കണ്ടന്റുള്ള വീഡിയോസ് ഇട്ടാൽ പോലും ജനങ്ങൾക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല.
ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളും ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം അത് കണ്ടന്റ് ഉണ്ടതിനടുത്ത് ഇന്ന് ജനങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ടിക്ടോക്കിലെ വീഡിയോ എടുത്ത് ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റുന്ന വീഡിയോസിന് വിജയം കൂടിയുണ്ട്. ഞാനിതിനകത്ത് ഗുണവും ദോഷവും കൂടി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സമൂഹം ഒന്ന് മനസ്സിലാക്കുക. കാരണം റിസ്ക് എടുത്തിട്ടായിരിക്കും ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഉണ്ണിമായെ കുറിച്ച് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും. ഉണ്ണിമായ ഈ ഇടയായിട്ടാണ് 1 മില്യൺ എന്ന നിലയിൽ എത്തിയത്. ഉണ്ണിമായം എന്തുമാത്രം കഷ്ടപ്പെട്ട് അവർ എത്രയോ പൈസകൾ മുടക്കി ഒക്കെയാണ് ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആവുമ്പോൾ തന്നെ നല്ലവണ്ണം പ്രോഡക്റ്റുകൾ മേടിക്കുന്നതിന് നല്ല കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ വീട്ടിന്റെ മുറിയിലിരുന്ന് ഇതേപോലുള്ള വീഡിയോസ് എടുത്ത് ക്ലിപ്പ് ചെയ്ത് കട്ട് ചെയ്തിരുന്നതിന് 1 മില്യൺ എന്ന നിലയിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരെയും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. കാരണം സമൂഹമാണെങ്കിൽ തന്നെ ഈ ഒരു മുറി സംബന്ധമായിട്ടുള്ള കാര്യം എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് പഠിക്കണം. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ റിയാക്ഷൻ നമ്മുടെ ഫേസിനകത്തിന്റെ എന്തെങ്കിലും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം പഠിച്ചിട്ട് മാത്രമാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റുള്ളൂ. പ്രോഡക്റ്റിന് ഓരോ വീഡിയോസിനും എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പം അതിനകത്ത് ടിക്ടോക്കിനകത്ത് നല്ല ഹിറ്റ് ആയിട്ടിരിക്കുന്നത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടാണ് നമ്മുടെ അർജോയ് യൂട്യൂബ് ചാനലില് അർജോയ് ഇടുന്നത്. പിന്നെ കുറച്ച് നമ്മൾ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അർജോയ് അതിലേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെയാണ് അർജോയുടെ വിജയം അർജോയ് കൈവരിച്ചത് അവിടെ. പിന്നെ കൂടാതെ തന്നെ ടിക്ടോക്കിൽ ഹിറ്റായിരിക്കുന്ന വൈറൽ വീഡിയോസ് ആണ് മൊത്തം അർജോയ് എടുത്തേക്കുന്നത്. അത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഇത്രയും ടിക്ടോക്ക് വൈറൽ വീഡിയോ. പിന്നെ കൂടാതെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലായാലും നമുക്ക് പല പല വാർത്താ റിപ്പോർട്ടർ ചാനലിലും ട്രോളർമാർ എടുത്തിരിക്കുന്ന വീഡിയോസും അർജോയ് എടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അർജോയ്ക്ക് അത് ജനങ്ങളിലേക്ക് പേരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കഴിവ് അർജോയ്ക്കുണ്ട്. അർജോയുടെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ നമ്മൾ കരുതും ഈ ഇന്നത്തെ വെച്ചാൽ ഫ്രീക്കൻ സ്റ്റൈലുള്ള ആൾക്കാരെ ആയിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടം. അതായത് കിട്ടാത്തൊരു വിജയം കൂടിയാണ് അർജോയ്ക്ക് കിട്ടിയത്. ട്രോളന്മാർ എന്ത് റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോയുടെയും കട്ട് ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് പോലും കിട്ടാത്ത ഒരു വിജയം അർജോയ്ക്കുണ്ട്. അതെന്താണ്? കാരണം ഞാൻ കാണുന്ന സമയത്ത് 600-800 അത്ര പോലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത അർജോയാണ് വെറും ദിവസങ്ങൾ കൊണ്ട് 1 മില്യൺ എന്നത് 14 ദിവസം എന്ന് പറയുന്നത് 1 മില്യൺ എത്തി. ഈ ഇടയ്ക്ക് ഞാൻ ആ വീഡിയോ ഇന്നലെ രാത്രി നോക്കുമ്പോഴും അതിന്റെ ലൈക്ക് കുറവായിരുന്നു. ഇന്ന് അത് 1 മില്യൺ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ബാക്കിൽ താഴെ കിടന്ന വീഡിയോസിനൊക്കെ ലൈക്സ് വരാൻ തുടങ്ങും. കാരണം അത്രമാത്രം ജനങ്ങൾ അർജോയെ ഏറ്റെടുത്ത്. കാരണം അർജോയ് എന്ന യൂട്യൂബ് ചാനലും അർജോയെയും വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മളിപ്പോ ലോക്ക്ഡൌൺ ടൈമിൽ നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കവും നമ്മൾ അകത്ത് തന്നെ ഇരിക്കുന്നവർക്കും പിന്നെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതേപോലുള്ള വീഡിയോസ് സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ടിക്ടോക്ക്. ടിക്ടോക്കിനകത്ത് നമുക്ക് സമൂഹത്തിലോട്ട് പറയുമ്പോൾ സമൂഹം ഈ ടിക്ടോക്ക് ഇട്ട വീഡിയോസിന്റെ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പേടിച്ചുകൊണ്ട് നമ്മളത് മറച്ചു വെച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ അർജോയ് എടുത്തുകൊണ്ട് വരികയും അർജോയുടെ ചാനൽ ഇടുകയും ആ ഒരു ചാനലിലൂടെ അത് സമൂഹത്തിലേക്ക് എത്തിക്കുകയും അർജോയ് അത് ഒരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞ് സമൂഹത്തിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്ക് അർജോയുടെ ചാനൽ ഹിറ്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഷോർട്ട് ഫിലിം ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1 ഇയർ ബാക്കാണ് അതിന്റെയൊക്കെ. കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനല് ആ ഒരു കണ്ടന്റ് ഇനി ആരെടുത്തോണ്ട് വന്ന് എങ്ങനെ ചെയ്ത് കാണിച്ചാൽ പോലും സമൂഹം അത് ഏറ്റെടുക്കത്തില്ല. കാരണം നമ്മുടെ ഓരോ അർജോയുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും അർജോയ് അല്ലാതെ വേറൊരാൾ എടുത്തോണ്ട് വന്ന് അർജോയെ പോലെ ആക്കാൻ നോക്കിയാൽ പോലും തന്നെ കുറച്ച് വിജയിക്കും. പക്ഷെ മൊത്തത്തോടു കൂടി ഇതേപോലെ വെറും 14 ദിവസം കൊണ്ട് 1 മില്യൺ എന്ന നിലയിൽ ഒരിക്കലും തന്നെ എത്താനായിട്ട് പറ്റില്ല. അതാണ് അർജോയുടെ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ ഇനി ഇടണ്ട കേട്ടോ. കണ്ടന്റ് ഉള്ള കാര്യങ്ങൾക്കൊന്നും വിജയം ഇടില്ല. കാരണം നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുക്കിംഗ് ചാനലൊക്കെ ആകുമ്പോൾ കുക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റിസ്ക് എടുത്ത് നമ്മൾ പല സാധനങ്ങളും വിജയിപ്പിച്ചാൽ നോക്കും. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. ഇന്ന് ഇതേപോലെയുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും പൊക്കി എടുത്തുകൊണ്ട് വന്ന് ഇട്ടാൽ നോക്കിയാലും അതും ഇനി വേണ്ട. കാരണം ഒരാൾ വിജയിച്ചു കഴിഞ്ഞു. ഇനി ഓൾറെഡി നമ്മളെന്ന യോ എന്ന് പറയുന്ന കൂട്ടാണ്. അവർക്ക് യോ പോലത്തുള്ള കാര്യങ്ങളാകുമ്പോൾ യോ എന്ന രീതിയിൽ അവർ ഉൾക്കൊള്ളും. പക്ഷെ നമ്മളിപ്പം ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കുക്കിംഗ് ആകുമ്പോഴൊക്കെ അതിൻ്റെതായ രീതിയിൽ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് യോ രീതിയിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ നമ്മളോട് പല ട്രെക്സ് അവരും പറയാറുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ വിജയിക്കുന്നില്ലെന്ന് നമ്മൾ ചെന്ന് പറയുമ്പോൾ പറയാം നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ ഇടും എന്നാൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റുമെന്ന്. പക്ഷെ ഇന്ന് കണ്ടന്റിന് വാല്യൂ ഇല്ലെന്നുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക.
കാരണം ഞാനൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മുടെ മുഖത്തായാലും ശരീരത്തായാലും എന്തെല്ലാം കാര്യങ്ങൾ ഇട്ട് ഇന്ന പ്രോഡക്റ്റ് ചെയ്തിട്ട് ഒക്കെ ഞാനായാലും പല പല ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയാലും കുക്കിംഗ് ആയാലും ട്രാവൽ വ്ളോഗേഴ്സ് ആയാലും ഒക്കെ ഇടാറുണ്ട്. പക്ഷെ അവർക്ക് പോലും കൈവരിക്കാൻ പറ്റുന്നില്ല ഇതുപോലുള്ള വിജയം. അതിന്റെ സീക്രട്ട് എന്താണെന്ന് പടച്ചോന് മാത്രം അറിയാം. കാരണം അത്രമാത്രം റിസ്ക് എടുത്താൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു വിജയം ഒറ്റ ദിവസം വെറും 14 ദിവസം കൊണ്ട് നേടിയ നമ്മുടെ അർജോയ് എന്ന യൂട്യൂബ് ചാനലിന് ഗുഡ്. അത്രമാത്രം ആ ഒരു ചാനലിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും സാധാരണ ചാനലിനെ നിങ്ങൾ സ്നേഹിക്കാൻ നോക്കണം. അത്രയേ ഉള്ളൂ പറയുന്നത്. പല രാജ്യങ്ങളിലും പോയി പല സ്റ്റേറ്റുകളിലും പോയി പല കുക്കിങ്ങും ചെയ്ത് പല ബ്യൂട്ടി സംബന്ധമായ സാധനങ്ങളും മേടിച്ച് വില കൊടുത്ത് മേടിച്ചിട്ട് ആ ഒരു വീഡിയോയുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ സമൂഹം സ്വീകരിക്കുന്നത് പ്യൂർ റിയാക്ഷൻ വഴിയാണ് സമൂഹം സ്വീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ കഷ്ടപ്പെടുന്ന വീഡിയോസിനോട് അത്ര താല്പര്യമില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ അതായത് കഷ്ടപ്പെട്ടിടുന്നവരെയും കൂടി നിങ്ങൾ പരിഗണിക്കാൻ നോക്കണം. കാരണം ആ ഒരു പരിഗണന വളരെ ഒരു അത്യാവശ്യമുള്ളതാണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന നിലയിലും ഒരു യൂട്യൂബർ എന്ന നിലയിലും. കാരണം അർജോയ് എന്ന യൂട്യൂബ് ചാനലില് സിൽവർ ബട്ടണും ഗോൾഡൻ ബട്ടണും ഒരുമിച്ചാണ് അടിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നേടിക്കൊടുത്ത വിജയമാണ് അർജോയ്ക്ക്. അതേപോലെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോസ് എടുക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതും കൂടിയാണ്. കാരണം നമ്മുടെ എന്തുമാത്രം റിസ്ക് എടുത്ത് ക്യാമറ പോലും മേടിക്കാൻ കഴിവില്ലാതെ പോലും ക്യാമറ മേടിച്ചു വരുമ്പോൾ ആ ക്ലാരിറ്റി കുറവാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് കരുതിക്കൊണ്ട് വരെയും വീഡിയോസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനും അതിൽപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഞങ്ങളെയും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിന് എന്റർടൈൻമെന്റ് തരുന്ന രീതിയിലുള്ള വീഡിയോസ് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറിവുകൾ നേടുന്നതും നിങ്ങൾക്ക് യാത്രയെ സ്നേഹിക്കാനും രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളിലേക്കും പലരും എത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിന് എന്റർടൈൻമെന്റ് മാത്രം പോരല്ലോ, മറ്റുള്ള കാര്യങ്ങളും കൂടി വേണമെങ്കിൽ മറ്റുള്ള ചാനലുകൾ അർജോയ്ക്ക് കൊടുത്ത സപ്പോർട്ട് പോലെ ഇനിയും ഞങ്ങൾക്കും കൂടി സപ്പോർട്ട് തരുക. പിന്നെ അർജോയുടെ ചാനൽ ഇനി വലിയ ഉയരങ്ങൾ താണ്ടട്ടെ. അതിലൊരു ഭാഗമാവാൻ പറ്റിയതിന് എനിക്കും അഭിമാനമുണ്ട്. കാരണം ഞാൻ ആ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ആണ്. പക്ഷെ അതേപോലെ തന്നെ കണ്ടന്റ് ഉള്ള കാര്യങ്ങളും ജനങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ ഓരോ വീഡിയോസ് ഇതിൽ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് പല വീഡിയോസും പകുതി വഴിക്ക് ഫ്ലോപ്പ് ആയിട്ട് ഇട്ടിട്ട് അവർ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ വരുമ്പോഴും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. അർജോയ്ക്ക് കൊടുത്ത സപ്പോർട്ട് പോലെ സാധാരണക്കാർക്കും തരാൻ നിങ്ങൾ നോക്കുക. എല്ലാവർക്കും ഇത്ര മാത്രമേ ഉള്ളൂ പറയുന്നത്. അർജോയെ ഇനിയും മുന്നോട്ട് ഉയരങ്ങൾ താണ്ടട്ടെ. അർജോയെ പോലുള്ള ഒരു യൂട്യൂബ് ചാനൽ ഇനിയും വിജയങ്ങൾ എത്താൻ അർജോയ്ക്ക് സഹായിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ ഈ ഒരു കാര്യങ്ങൾ എന്റെ സഹോദരന്മാർക്കും സഹോദരികൾക്കും എന്റെ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ അമർത്തി പൊട്ടിച്ചേരെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമന്റ്സും കൂടി എഴുതണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേരാം. പിന്നെ അർജോയ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അർജോയ്ക്ക് എല്ലാവിധ മുന്നോട്ടും നല്ലൊരു ആയുസ്സും ആരോഗ്യവും ഉള്ള ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ടാറ്റാ.